ഹലോ ഗായ്സ്, ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്നോട് ഇനിയൊരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. അങ്ങനെ പറഞ്ഞാൽ എന്നോട് ഹസ്ബൻഡ് അച്ഛനിൻ്റെ പെങ്ങളിൻ്റെ മക്കള് അല്ലേ മക്കൾ ഇന്ത്യക്ക് ഒരു വണ്ടി എടുക്കുവാണ്. അപ്പോൾ ആ സന്തോഷത്തിൽ ഒരു പങ്ക് ആകാൻ വേണ്ടി നമുക്ക് ക്ഷണിക്കുമായിരുന്നു ഇല്ലേ ക്ഷണിക്കുക അങ്ങനെയല്ലേ പറയുവേ, നമുക്ക് ക്ഷണിക്കുമായിരുന്നു. അതിക്കാണ് നാഗിപ്പോൾ വന്നുള്ളത് ഇവിടെ ഷോറൂമിൽ, തിരുവല്ല ഷോറൂമിലെ പെരുന്തുരുത്ത് ഷോറൂമിലെയാണ്. നമ്മളോട് വണ്ടിയും നാങ്ക എടുത്തത് ഇവിടെ ഇരുന്നാണ്. അപ്പം അത് കാരണം ഒത്തിരി സന്തോഷമുണ്ട്. എടുക്കാണെങ്കിൽ ഭയങ്കര, ഞാൻ ഇതുവരെ അവங்களோட വണ്ടി കണ്ടിട്ടില്ല. അവங்களோட വണ്ടി ബ്ലാക്ക് കളറാണ് പറഞ്ഞത്. അപ്പം அவங்க ഇതുവരെയും വന്നിട്ടില്ല, ഇങ്ങോട്ട് എത്തിയിട്ടില്ല. വന്ന ശേഷം നമുക്ക് നോക്കാം ഇങ്ങനെ കാര്യങ്ങൾ. എടുക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്തിൽ കൂടെ ഞാൻ ഒത്തിരി ഒന്നും നോക്കിയിട്ടില്ല. മീനിങ് ഞാൻ ഈ ജോർദാനിലിരുന്ന് കേരളത്തിൽ വന്നിട്ട് ആദ്യത്തെ ദിവസമാണ് നാങ്ക വണ്ടി എടുത്തത്. അത് കാരണം എനിക്കാണെങ്കിൽ മലയാളവും സംസാരിക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. കാരണം അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലും ഇല്ലായിരുന്നു. അത് കാരണം ഒന്നും കാര്യങ്ങൾ അത്രയ്ക്ക് അറിയില്ല. പക്ഷേ ഈ നമ്മളോട് സഹോദരല്ലേ, നമ്മളോട് സഹോദര വണ്ടി എടുക്കുമ്പോൾ അത് നമ്മളോട് വണ്ടിയാ. അത് അവങ്ങളോട് അങ്ങനെ പറഞ്ഞില്ല, അത് നമ്മളോട് വണ്ടിയാ. അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അത് എന്ത് കാര്യങ്ങൾ ആദ്യത് മുതൽ എല്ലാ കാര്യവും ഞാൻ ഒരു വീഡിയോ എടുത്തൊരു മെമ്മറി ആയിട്ട് വെക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ എന്നോട് ഫ്രണ്ട്സോടെയും ഈ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ്. വന്നോ ഈ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം ഈ കാര്യങ്ങൾ എങ്ങനെ പോകും. ഇത് നിൽക്കുകയില്ലേ, ഇതാണ് നമ്മളുടെ പുതിയ ഫാമിലി മെമ്പർ. കണ്ടോ എന്ത് ലുക്കല്ലേ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട കളറും, എനിക്ക് ഇഷ്ടപ്പെട്ട സൈസും ഇഷ്ടപ്പെട്ട വണ്ടി ടോട്ടൽ എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട. നാങ്ങളും ഇതുപോലൊരു വലിയ വണ്ടി മേടിക്കാൻ വേണ്ടിയാണ് ഇരുന്നത്. ആണെങ്കിലും ആ സമയം നമുക്ക് അത്രയ്ക്ക് ബഡ്ജറ്റ് കയ്യിലില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഉള്ളതുപോലെയാണ് നാങ്ക അത് മേടിച്ചത്. ഇത് സൂപ്പറാണ്. എന്നെ രണ്ടും കറുത്ത് വണ്ടിയുടെ മുതലാളി. 3 വർഷം മുൻപ് നമ്മളോട് വണ്ടി എടുക്കുമ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി. ആ സമയം എനിക്ക് യൂട്യൂബ് ചാനൽ ഒന്നുമില്ല, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ചാനൽ ഒന്നുമില്ല. അപ്പോൾ ആ സമയമാണെങ്കിൽ ഞാൻ ജോർദാനിലിരുന്ന് കേരളത്തിൽ വന്നിട്ട് ആദ്യത്തെ ദിവസം അതിക്ക് വിട എനിക്ക് മലയാളം സംസാരിക്കാൻ വേണ്ടി അത്രയ്ക്ക് അറിയതും ഇല്ല. അതിക്കും മേലെ എനിക്ക് ഇങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ആ സമയം ഭയങ്കര നാണമായിരുന്നു. പക്ഷേ ഇപ്പം ആണെങ്കിൽ അങ്ങനെയില്ല. അപ്പോൾ നമ്മളോട് സഹോദരൻ വണ്ടി എടുക്കുകയും പറഞ്ഞാൽ ആ നിമിഷം എനിക്ക് ഒത്തിരി മെമ്മറീസ് ആയിട്ട് വെക്കാൻ വേണ്ടി എന്നോട് മനസ്സ് പറഞ്ഞ്. അത് കാരണം ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ തീരുമാനിച്ച് നമ്മൾക്ക് പ്രാർത്ഥിച്ച് ഹാൻഡ് ഓവർ ചെയ്ത്. അപ്പോൾ നമുക്കിപ്പോൾ പുറത്ത് പോയിട്ട് നമ്മളോട് വണ്ടിയിൽ ഒരു കറങ്ങാം. കണ്ടോ ചിന്ന ഫാമിലിയോട് സന്തോഷം, ഹാപ്പി. ഇതാണ് മനു, അനു, അമ്മ, സനു. സ്മോൾ ഫാമിലി. എന്നോട് അച്ഛനോട് പെങ്ങളാണ് പച്ച കളർ സാരി ഇട്ടിട്ടുള്ളത്. അമ്മയോട് പിള്ളേരെയാണ്. ഇത് 3 പേരും, 2 പേരും പിള്ളേരെയാണ്. മനുവോട് വൈഫാണ് ബ്ലാക്ക് കളർ സാരി ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളോട് സനു ആദ്യമായിട്ട് വണ്ടിയിൽ കയറാൻ പോകുന്നത്. അത് കയറിയത് മാത്രമേ എത്രയോ കഷ്ടപ്പെട്ട് വളർത്തിയത് സ്വന്തം അമ്മയെ, ആദ്യത്തെ വണ്ടിയിൽ സ്വന്തം അമ്മയെ വെച്ചിക്കൊണ്ടിട്ട് ഒരു കറങ്ങുകയും പറഞ്ഞാൽ ആ അമ്മയോട് മനസ്സിലിരുന്ന് വരുന്നത് ബ്ലെസ്സിങ് അത് മാത്രം മതി പിള്ളേർക്ക് ജീവിതകാലം മുഴുവൻ ചിരിച്ചുകൊണ്ട് സന്തോഷിക്കാൻ വേണ്ടി. അത്രത്തോളം ആ അമ്മയോട് മനസ്സിലിരുന്ന് ഒത്തിരി ബ്ലെസ്സിങ് വരുമല്ലേ. ഈ അമ്മയാണെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് സനുവും മനുവും 2 പേരെയും വളർത്തിയത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളോട് കാറ്, ഭയങ്കര ലുക്കല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ കണ്ടെടുത്തേക്ക് നാങ്ക ഇങ്ങനെ വണ്ടി റോഡിൽ ഇറങ്ങിയ ശേഷം ഞാൻ ഇങ്ങനെ എന്നോട് കാറിൽ ഒരു ക്യാമറ വെക്കാൻ വേണ്ടി ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അത് സെറ്റാക്കിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ എന്ത് ലുക്കാ, ഭയങ്കര ലുക്കാ. കണ്ടോ ഈ സമയം കണ്ടോ ഇവിടെ ഈ ഏരിയയിൽ. അയ്യോ അടിപൊളി, സൂപ്പറാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ വണ്ടി. ആണല്ലേ.
അറിയില്ല. എങ്ങനെയാ റംബുട്ടാൻ ചേട്ടാ? എങ്ങനെയാ ഇത്? അപ്പുറത്തെ ചെറുത് നാടൻ. ഇല്ല, വലുത്. വലുത് 200, മറ്റേത് 100. ഇല്ല, കഷണം വരുമോ അതില്? കഷ്ണം വരുന്ന ഇത്. കഷണം വരുത് വേണം. അത് 200 രൂപ കിലോ. അപ്പൊ അതില് 100 രൂപയ്ക്ക്. 100 രൂപയ്ക്ക് അര കിലോ. റംബുട്ടാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ചാച്ചനോട് പൊക്കറ്റില് കയറുകയും പറഞ്ഞാൽ ഗൈസ് അത് വേറൊരു സന്തോഷം. പണക്കാരനാ. ഞാൻ ചില്ലറ എടുത്തതേ ഉള്ളൂ, 30ന്റെ കാര്യമേ ഉള്ളൂ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. കടിച്ചു നോക്കാം ഒരെണ്ണം. ചാച്ചൻ ഇത് കളിച്ചു നോക്ക്, എങ്ങനെ ഉണ്ട് റംബുട്ടാൻ? ഇല്ല ഇല്ല, ഒരു ഡിപ്പായും വരുന്നില്ല. ഇല്ല, ഇങ്ങനെ പൊടിക്കോണം. മുഴുവൻ കളിക്കാച്ചൻ, മുഴുവൻ വായിലിട്, പിന്നെ കഷണം ഓപ്പൺ ആയിട്ട് വരും. എങ്ങനെയുണ്ട്? സൂപ്പറാ അച്ഛൻ? സൂപ്പറാ. എനിക്കാണെങ്കിൽ റംബുട്ടാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിക്കിടെ ഒരു വലിയ സന്തോഷം. ചാച്ചനോട് പൈസ അല്ല റംബുട്ടാൻ കളിക്കുക പറഞ്ഞാൽ അത് വേറെ ഒരു സന്തോഷമാണ്. അപ്പൊ ഇതാണെങ്കിൽ കഷണം ഊരി വെറുതെ ഒരു റംബുട്ടാനാണ് ഇത്. അപ്പൊ ഞാൻ ഈ റംബുട്ടാൻ കുറേ തപ്പി. നമുക്കിവിടെ ശ്രീലങ്കയിൽ ഈ റംബുട്ടാനൊക്കെ പറയും മൽവാണി റംബുട്ടാൻ ഒക്കെ പറയും. ഇവിടുത്തെ എന്ത് റംബുട്ടാൻ എനിക്കറിയില്ല. ഞാൻ ഇവിടുത്തെ ഇതൊക്കെ പേര് വെച്ചിട്ടുള്ളത് കഷണം റംബുട്ടാൻ. മീനിങ് ഞാൻ ഇവിടെ വന്ന് കുറേ കാര്യത്തിക്ക് എന്നോട് ഇഷ്ടപ്പെട്ട പേരാ വെച്ചിട്ടുള്ളത്. വീട്ടിലെ ആർക്ക് വിളിച്ചിട്ടാലും എങ്ങനാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട പേരാണ് ആ വെച്ചിട്ടുള്ളത്. മീനിങ് എനിക്കത് മനസ്സിലാക്കിയാലല്ലേ എനിക്കത് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഇത് കഷണം റംബുട്ടാൻ. കളിച്ചു നോക്കാം. അയ്യോ, ഭയങ്കര സൂപ്പറാ. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ 100 രൂപയ്ക്ക് എടുത്തതേ ഉള്ളൂ. ആണെങ്കിൽ ഞാനിപ്പൊ 200 രൂപയ്ക്ക് എടുക്കാൻ പോവാ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട മീനിങ് ഈ റംബുട്ടാൻ പിന്നെ എനിക്ക് കിട്ടാറില്ല. പിന്നെ ഞാൻ തിരുവല്ല വരെ വരതില്ല. ഇന്ത്യക്ക് ഞങ്ങളോടും അനുവോടെയും സനുവോടെയും അവങ്ങളോട് വണ്ടി ഇറക്കി. അത് കാരണം അവങ്ങളോട് വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. ആ പോറ വലിയ ഈ റംബുട്ടാൻ കണ്ടത്. അപ്പൊ നമുക്ക് 200 രൂപയ്ക്ക് റംബുട്ടാൻ മേടിക്കാം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാറില്ലല്ലോ. ചേട്ടാ, ഇനിയൊരു 100 രൂപയ്ക്ക് കളിച്ചു.